പ്രിയപ്പെട്ടവരെ, നമ്മൾ തെർമോഡൈനാമിക്സിന്റെ തിയറി ആയിട്ട് ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക തെർമോഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. അതായത് ചില കുട്ടികളെങ്കിലും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് താല്പര്യമില്ല മാഷേ, ഞങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ മാത്രമേ താല്പര്യമുള്ളൂ, മൾട്ടിപ്പിൾ ചോയ്സ് ആയി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പരീക്ഷകളോട് താല്പര്യമില്ല എന്ന് ചില കുട്ടികളെങ്കിലും പറയുന്നുണ്ട്. കുട്ടികളെ ഞാൻ ചോദിക്കണേ, നിങ്ങളിപ്പോൾ ഒരു BSc കെമിസ്ട്രി കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഹൈസ്കൂൾ ആകണമെങ്കിൽ നിങ്ങൾ കേട്ടറ്റ് പരീക്ഷ പാസ്സാകണം. അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ടെസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി അധ്യാപകനാണെങ്കിലും നിങ്ങൾ സെറ്റ് പാസ്സാകണം, എഗൈൻ മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. ഇനി കോളേജ് അധ്യാപകനാണെങ്കിൽ നെറ്റ് പാസ്സാകണം, അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ അവിടെ ഒരു PSc എക്സാമിനേഷൻ ഉണ്ട്, എഗൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ അവിടെ ഉണ്ടാകുക. അപ്പം ഈ ഒരു പരീക്ഷകളിൽ കൂടി കടന്നു പോകാതെ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി നേടിയെടുക്കാൻ പറ്റൂല. ഇനി അഥവാ ഒരു പ്രൈവറ്റ് കമ്പനികളിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു 10 പോസ്റ്റിലേക്കൊക്കെ അപേക്ഷ വിളിക്കുകയാണെങ്കിൽ ഒരു 100-500 ആളൊക്കെ അപേക്ഷകരായിട്ട് വരാറുണ്ട്. ഈ 500 ആളുകളെയും ഇന്റർവ്യൂ നടത്തി നിങ്ങളുടെ കെമിസ്ട്രിയിലുള്ള സ്കില്ല് പരിശോധിക്കാനുള്ള വകുപ്പൊന്നും അവിടെ ഉണ്ടാവില്ല. അവരാദ്യം ചെയ്യുന്ന കാര്യം ഈ 500 പേരെയും ഇരുത്തിച്ചിട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിൽ നിന്ന് സ്ക്രീൻ ചെയ്തിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്റർവ്യൂവിൽ എത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പഠിച്ചത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിട്ടുള്ള ജോലി കരസ്ഥമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ മെനക്കെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 20 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. അതിൻ്റെ ഉത്തരങ്ങൾ അത് ലെവൽ 2 വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തത്, ഫസ്റ്റ് ലോ എന്താണെന്ന് മനസ്സിലാക്കുക. ഡെൽറ്റ U ± Q ± W ആണ് ഫസ്റ്റ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ. ഡെൽറ്റ U ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇവിടെ +Q ഉണ്ട്, -Q ഉണ്ട് അല്ലേ. +Q മീൻസ് ദാറ്റ് ഈസ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. -Q മീൻസ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം ആണ്. +W എപ്പോഴാണ് വരിക? വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്. -W വരിക വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുക, ഇതിൻ്റെ തിയറി പാർട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ. പക്ഷെ പ്രോബ്ലം ചെയ്യാൻ ഈ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഡെൽറ്റ U ഈസ് ഈക്വൽ ടു +or -Q +or -W. +Q ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം, -Q ഹീറ്റ് റിലീസ്ഡ് ബൈ ദി സിസ്റ്റം, +W വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം, അതേപോലെ -W വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഫോർ ഐസോതെർമൽ പ്രോസസ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന പ്രോസസ്സിൽ മനസ്സിലാക്കുക U ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സിലെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല, അതുകൊണ്ട് ഇന്റേണൽ എനർജിയും ചേഞ്ച് ചെയ്യില്ല. ദെർഫോർ ഡെൽറ്റ യുടെ വാല്യൂ 0 ആയിരിക്കും. ഓർത്ത് വെച്ചോളേ. അഡയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാകുമ്പോൾ Qയുടെ വാല്യൂ 0 ആയിരിക്കും. ആ കാര്യം ഓർത്ത് വെക്കാം. ഇനി വർക്കിന് 2 ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിച്ചേക്കേണ്ടത്. ഒന്ന്, വർക്ക് ഇറിവേഴ്സിബിൾ വർക്കുണ്ട്, റിവേഴ്സിബിൾ വർക്കുണ്ട്. ഇറിവേഴ്സിബിൾ വർക്കാണെങ്കിൽ അവിടുത്തെ വാല്യൂ P എക്സ്റ്റേണൽ, അതായത് എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ഡെൽറ്റ V മീൻസ് ചേഞ്ച് ഇൻ വോളിയം കൊടുത്താലാണ് നമുക്ക് W ഇറിവേഴ്സിബിൾ കിട്ടുക. ഇനി W റിവേഴ്സിബിൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ഇത് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിൽ -സൈൻ കൊടുക്കണ്ടേ കേട്ടോ. 2.303 nRT log V2/V1. V2/V1 പകരം വേണമെങ്കിൽ എന്തും കൊടുക്കാം, P1/P2 കൊടുക്കാം. അതായത് പ്രഷറാ തരുന്നതെങ്കിൽ P1/P2, അതേസമയം വോളിയാ തരുന്നതെങ്കിൽ V2/V1 ആയിരിക്കും. ഇനി ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക,
ഫ്രീ എക്സ്പാൻഷൻ ആണ്, അതായത് ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ, ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ഈസ് നത്തിങ് ബട്ട് ദി എക്സ്പാൻഷൻ ഇൻ വാക്വം എന്നാ പറയാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഐസോതെർമൽ ആകുമ്പോൾ ഡെൽറ്റ യുടെ വാല്യൂ 0 ആണേ. ഇനി ഡബ്ല്യൂയുടെ വാല്യൂ ഉണ്ടല്ലോ, എക്സ്പാൻഷൻ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ അന്നേരം പി എക്സ്റ്റേണലിന്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഡബ്ല്യൂയുടെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ അല്ലേ, ഡെൽറ്റ യുവും 0 ആണ്, ഡബ്ല്യൂവും 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ക്യൂവും 0 ആയിരിക്കും. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്, വിച്ച് ഓഫ് ദം ആർ എക്സ്റ്റെൻസീവ്. താഴെ പറയുന്നതിൽ ആരൊക്കെയാണ് എക്സ്റ്റെൻസീവ് എന്നാണ്. നിങ്ങൾക്കറിയാം തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, എക്സ്റ്റെൻസീവ് എന്നും ഇന്റൻസീവ് എന്നും. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ ആണ്. അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക്, അതെന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള കൺസെപ്റ്റ് കിട്ടണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നതായിരിക്കും, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ. അങ്ങനെയാകുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ട്, EMF ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ബി ബോത്ത് ബി ആൻഡ് സി, ഓപ്ഷൻ സി ബോത്ത് സി ആൻഡ് ഡി, ആൻഡ് ഡി ഓൾ ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൽ എക്സ്റ്റെൻസീവും ഇന്റൻസീവും ആയിട്ട് തരംതിരിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. മാസ് എക്സ്റ്റെൻസീവാ, വോളിയം ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്ന. യു മീൻസ് ഇന്റേണൽ എനർജി, N മീൻസ് നമ്പർ ഓഫ് മോൾസ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇതിലൊരു ക്വസ്റ്റൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. R മീൻസ് റെസിസ്റ്റൻസ്, H മീൻസ് എൻതാൽപി, CP യും CV യും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. G ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി. S എൻട്രോപ്പി. E മീൻസ് ടോട്ടൽ എനർജി. A മീൻസ് ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി. Then L മീൻസ് ലെങ്ത് ഓഫ് ദി സബ്സ്റ്റൻസസ്, സർഫസ് ഏരിയ, കണ്ടക്ടൻസ്. ഇതൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, മനസ്സിലാക്കി വെച്ചോളേ. ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, മാഗ്നറ്റിക് പെർമിയബിലിറ്റി, EMF, ഡെൻസിറ്റി. ഡെൻസിറ്റി ഇസ് നത്തിങ് ബട്ട് നമുക്കറിഞ്ഞൂടെ മാസ് ബൈ വോളിയ. മാസ് എക്സ്റ്റെൻസീവ, വോളിയം എക്സ്റ്റെൻസീവ. എപ്പോഴും എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എപ്പോഴും എന്തായിരിക്കും അറിയോ, ഇന്റൻസീവ് ആയിരിക്കും. സ്പെസിഫിക് ഹീറ്റ് ഈസ് നത്തിങ് ബട്ട് ഹീറ്റ് കപ്പാസിറ്റി പെർ കിലോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ പെർ മോളൊക്കെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പെർ കിലോഗ്രാം ആയിക്കോട്ടെ. ഐ മീൻസ് CP എക്സ്റ്റെൻസീവ, കിലോഗ്രാം ഈസ് അഗൈൻ മാസ. അപ്പം മാസ് ഇതും എക്സ്റ്റെൻസീവ, താഴത്തെയും എക്സ്റ്റെൻസീവ. കിട്ടുന്ന ആൻസർ സ്പെസിഫിക് ഹീറ്റ് ഇന്റൻസീവ് ആയിരിക്കും. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇറ്റ് ഇസ് നത്തിങ് ബട്ട് CP ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ. ഇത് എക്സ്റ്റെൻസീവ, നമ്പർ ഓഫ് മോൾസും എക്സ്റ്റെൻസീവ. കിട്ടുന്ന ആൻസർ ഇന്റൻസീവ് ആയിരിക്കും. കെമിക്കൽ പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് G by N, നമ്പർ, അതായത് G by N, N നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ ഇത് എക്സ്റ്റെൻസീവ, ഇത് എക്സ്റ്റെൻസീവ, therefore it is ഇന്റൻസീവ് ആണ്. മോളാർ കണ്ടക്ടിവിറ്റി ഇറ്റ് ഇസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ. അപ്പൊ അഗൈൻ എന്ത് തന്നെയായിരിക്കും, ഇന്റൻസീവ് ആയിരിക്കും. സ്പെസിഫിക് വോളിയം ഇറ്റ് ഇസ് ദി വോളിയം ഓഫ്, അതായത് പെർ നമ്പർ ഓഫ് മോൾസ് എന്നുള്ള കാര്യത്തിൽ പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് പോവാണ്. കൺസിഡർ ദി ഫോളോയിങ് പ്രോപ്പർട്ടി വിച്ച് ഓഫ് ദംസ് ആർ എക്സ്റ്റെൻസീവ്. മോളാർ കണ്ടക്ടിവിറ്റി ഇന്റൻസീവ, നിങ്ങൾ കണ്ടു. EMF ഇന്റൻസീവ, റെസിസ്റ്റൻസ് എക്സ്റ്റെൻസീവ, ഹീറ്റ് കപ്പാസിറ്റിയും എക്സ്റ്റെൻസീവ. Therefore the answer is the both C and D ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കണേ. among the following parameters that represent path function is. ഓപ്ഷൻ എ Q plus W, ഓപ്ഷൻ ബി Q, ഓപ്ഷൻ സി W, ഓപ്ഷൻ ഡി H മൈനസ് TS. ഇതാണ് ചോദ്യം. നിങ്ങൾ തെർമോഡൈനാമിക് ഫംഗ്ഷനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. വൺ ഇസ് വി കോൾ ഇറ്റ് ആസ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയാ. നെക്സ്റ്റ് വൺ ഇസ് വി കോൾ ഇറ്റ് ആസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ is nothing but it is a function that depends only on initial and final state of a system. Path function is nothing but it is the function that depends on the path of the process. Initial state നെയും final state നെയും മാത്രമല്ല, അതിന്റെ path നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് പാത്ത് ഫംഗ്ഷൻ നോക്കണേ. നിങ്ങൾ ഈ മൂന്ന് ആൾക്കാരെയാണ് പാത്ത് ഫംഗ്ഷനിൽ പഠിക്കേണ്ടത്. ഒന്ന് Q മീൻസ് ഹീറ്റ്, മറ്റൊന്ന് W, മൂന്നാമത്തെ ആൾ ആരെന്നറിയോ, C മീൻസ് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഹീറ്റ് കപ്പാസിറ്റി ഇതിൽ വരാൻ കാരണം. ഹീറ്റ് കപ്പാസിറ്റി രണ്ട് തരത്തിലുണ്ട് അല്ലെ. ഒന്നിന്റെ പേര് CP, മറ്റൊന്നിന്റെ പേര് CV. CP is nothing but it is the heat capacity at constant pressure.
CV is the heat capacity at constant volume. CP യുടെയും CV യുടെയും വാല്യൂ സെയിം അല്ല. അങ്ങനെയാകുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഈ പ്രോസസ്സ് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ കിട്ടുന്ന വാല്യൂവും വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ കിട്ടുന്ന വാല്യൂവും സെയിം അല്ല. ദാറ്റ് മീൻസ് ഹീറ്റ് കപ്പാസിറ്റി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ പ്രോസസ് നടത്തുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ എങ്ങനെയാണ് എന്ന വാക്കിന് പറയുന്ന പേരാണ് ദാറ്റ് ഇസ് ഈക്വൽ ടു പാത്ത് ഓഫ് ദി പ്രോസസ് എന്ന് പറയാം. ദഫോ ക്യൂയും ഡബ്ല്യുവും സിയുമാണ് പാത്ത് ഫംഗ്ഷൻ. ബാക്കി എല്ലാ ആൾക്കാരും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അത് യു ഉണ്ട്, ജി ഉണ്ട്, എസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വി ഉണ്ട്, എക്സെട്രാ വോളിയം, ഇതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം സൈക്ലിക് പ്രോസസ് എന്ന് കേട്ടിട്ടില്ലേ? സൈക്ലിക് പ്രോസസ്സിന്റെ ഡെൽറ്റ യു വാല്യൂ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഡെൽറ്റ യു ഇസ് നത്തിങ് ബട്ട് യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ ആയിരിക്കും അല്ലെ? സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം അല്ലടോ. അങ്ങനെയാകുമ്പോൾ യു ഫൈനൽ മൈനസ് യു ഇനീഷ്യലിന്റെ വാല്യൂ 0 ആയിരിക്കൂലേ? നിങ്ങൾ മനസ്സിലായിക്കോ, സൈക്ലിക് പ്രോസസ്സിന്റെ ഡെൽറ്റ യു വാല്യോ, ഡെൽറ്റ ജി വാല്യോ, ഡെൽറ്റ എസ് വാല്യോ, ഡെൽറ്റ വി വാല്യോ, വട്ട് എവർ ഇറ്റ് മേ ബി, എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും സൈക്ലിക് പ്രോസസ്സിന് കേട്ടോ. ഇതേസമയം ഈ കേസിൽ സൈക്ലിക് പ്രോസസ്സിന്റെ ക്യൂ വാല്യൂം ഡബ്ല്യു വാല്യൂം സി വാല്യൂം എന്തല്ല 0 ആയിരിക്കില്ല. ആ കാര്യം നിങ്ങൾ ഓർത്തവിടെ വെച്ചേക്കട്ടാ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഏതായിരുന്നു? ക്യൂ പ്ലസ് ഡബ്ല്യു ആണോ പാത്ത് ഫംഗ്ഷൻ, ക്യൂ ആണോ ഡബ്ല്യു ആണോ എച്ച് മൈനസ് ടി എസ് ആണോ? നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എച്ച് എന്തായാലും പാത്ത് ഫംഗ്ഷനാ, ഡബ്ല്യുവും പാത്ത് ഫംഗ്ഷനാ. ഇനി ഇവന്മാർ പാത്ത് ഫംഗ്ഷനിൽ പെടുവോ നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ക്യൂ പ്ലസ് ഓർ മൈനസ് ഡബ്ല്യു എന്ന് പഠിച്ചിട്ടില്ലടോ. ഇതായിരുന്നു നമ്മളെ ഫസ്റ്റ് ലോ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ മൈനസ് അങ്ങ് വെട്ടിക്കളിയാ, ഇതും അങ്ങ് വെട്ടിക്കളിയാ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലസ് ക്യൂ പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ് അല്ലെ? അങ്ങനെയാകുമ്പോൾ ദിസ് ആക്ച്വലി ഡെൽറ്റ യു ആണോ? ഡെൽറ്റ യു എന്ത് ഫംഗ്ഷനാ? സ്റ്റേറ്റ് ആണോ പാത്താണോ? ഇത് സ്റ്റേറ്റ് ഫംഗ്ഷനാ. ദെർഫോർ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതേപോലെ എച്ച് മൈനസ് ടി എസ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആരാണ്? ജി ആണ്. പഠിച്ചു ഗിബ്സ് ഫ്രീ എനർജി ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്നാണ് പറയാ. അങ്ങനെയാകുമ്പോൾ ഗിബ്സ് ഫ്രീ എനർജിയും എന്ത് ഫംഗ്ഷൻ തന്നെയാണ്? ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എന്ത് ഫംഗ്ഷൻ അല്ല? പാത്ത് ഫംഗ്ഷൻ അല്ല. അപ്പൊ ആൻസർ ബി ആൻഡ് സി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. എൻ ഐഡിയൽ ഗ്യാസ് ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് ഫ്രം 1 liter to 10 liter against external pressure of എത്രയാണ്? 1 bar ആണ്. എക്സ്റ്റേണൽ പ്രഷർ ഓഫ് 1 bar ആണ്. ദ വർക്ക് ഡൺ ഇൻ കിലോ ജൂൾ ആണ്. അപ്പൊ വോളിയം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? വോളിയം കൂടുന്ന പ്രോസസ്സിനല്ലേ പറയാ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം എന്ന് പറയാ. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിൽ ആ വർക്കിന് നെഗറ്റീവ് സൈൻ വേണം. അതായത് വോളിയം കൂടുകയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പാൻഷനാ. എക്സ്പാൻഷന് പറഞ്ഞ പേരാണ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. അതേസമയം കംപ്രഷൻ ആണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. അന്നേരം പ്ലസ് സൈനും വേണം. ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. നമ്മൾ വർക്കിന്റെ വഴിയിലെ കാണേണ്ട വർക്ക് ഈക്വൽ ടു 2 ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് NRT into 2.303 ലോഗ് V2 by V1 ഇങ്ങനെ പഠിച്ചിട്ട് ഇത് ആരുടെ വർക്കാണെന്നറിയാം? W റിവേഴ്സിബിളിന്റെ വർക്കാ. മറ്റൊരു വർക്ക് W ഇറിവേഴ്സിബിൾ വർക്കാ. അതിന്റെ വാല്യൂ മൈനസ് പി. ഇതെല്ലാം മൈനസ് ആണേ, കാരണം വർക്ക് ഡൺ ബൈ സിസ്റ്റം ആയതുകൊണ്ട്. മൈനസ് പി എക്സ്റ്റ് ഡെൽറ്റ വി രണ്ടാമത്തേതാണ്. അങ്ങനെയാകുമ്പോൾ ഇതിൽ ഏത് നമ്മൾ ഉപയോഗിക്കണം? കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തായാലും ഇത് ഉപയോഗിക്കണമെങ്കിൽ ടെമ്പറേച്ചർ അറിയണം. ഈ തന്ന ക്വസ്റ്റ്യൻസിൽ ടെമ്പറേച്ചർ ഇല്ലാലോ. മാത്രമല്ല ഇവിടുത്തെ എക്സ്റ്റേണൽ പ്രഷർ തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറിന്റെ വാല്യൂ അറിയാം, വോളിയം ചേഞ്ച് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും W ഇറിവേഴ്സിബിൾ ആയിരിക്കും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ കാര്യത്തിൽ നിങ്ങൾ എത്തിച്ചേരണം. ഓക്കെ, അങ്ങനെയാകുമ്പോ ഈ ക്വസ്റ്റിന്റെ അകത്ത് പി എക്സ്റ്റ് എത്രയാ വന്നിരിക്കുന്നത്? -1 bar അല്ലെ? പി എക്സ്റ്റേണൽ പ്രഷർ 1 bar -1 bar into വോളിയം ഇസ് നത്തിങ് ബട്ട് V2 - V1 അല്ലെ? അപ്പൊ 1 ലിറ്റർ 10 ലിറ്ററിലേക്കല്ലോ പോകുന്നത്. അങ്ങനെയാകുമ്പോ ഇസ് ഈക്വൽ ടു -1 bar. V2യുടെ വാല്യൂ 10 -1 യു വിൽ ഗെറ്റ് -1 bar into 9 എന്ന് കിട്ടും. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ -1 ഗുണിക്കണം 9 യു വിൽ ഗെറ്റ് എത്ര കിട്ടുക? ദാറ്റ് ഈസ് 9 തന്നെയാ കിട്ടുക. അപ്പൊ കിട്ടുന്ന ആൻസർ -9 bar ലിറ്റർ എന്നാ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം നോക്കുക.
നമ്മൾ കിലോ ജൂളിലാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. -9 പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാർ ലിറ്റർ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കിലോ ജൂളാക്കി മാറ്റാം? നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, 1 ബാർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ATM. ഈ ബാറും ATM ഒക്കെ CGS സിസ്റ്റം. അത് നമ്മൾ SI സിസ്റ്റം ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാ പഠിച്ചട്ടാ. 1 bar is almost equal to 1 ATM. That is equal to 101,325 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു ATM എന്ന് വെച്ചാൽ. ഇതാണ് ഇതിന് വെറുതെ പേരാണ് ഈക്വൽ ടു പാസ്കൽ എന്നും പറയും കേട്ടോ. 101,325 പാസ്കൽ ആണ് അതിന്റെ SI സിസ്റ്റം. SI സിസ്റ്റം ചെയ്താൽ മാത്രമേ നമുക്ക് ജൂള് കിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോ what you get is that നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് 9 ബാർ ലിറ്ററല്ലേ ഉള്ളത്. അപ്പോ -9. അപ്പൊ ഒരു കാര്യം നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 ബാർ ലിറ്റർ എത്ര നമ്മൾ കണ്ടുപിടിക്കണേ. അപ്പൊ 1 ബാറിന് പകരം ഇത് കൊടുക്കുക 101,325 n(m)(-2) ഗുണിക്കണം. ഓക്കെ, ദെൻ ലിറ്റർ എത്ര ലിറ്റർ ആണ്? ദാറ്റ് ഈസ് ലിറ്ററിന്റെ വാല്യൂ ഇസ് നത്തിങ് ബട്ട് 10⁻³ മീറ്റർ ക്യൂബ് എന്നാ പറയാ. 1 ലിറ്റർ എന്ന് വെച്ചാൽ ഇതാണ് ഉത്തരം കേട്ടോ. അത് മനസ്സിലാക്കി വെച്ചോ. 10⁻³ മീറ്റർ ക്യൂബാ. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു കാര്യം ചെയ്തിടാ. ഇതിപ്പോ തൽക്കാലത്തേക്ക് ഈ 1325 ഒഴിവാക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ഇതിങ്ങനെ കൂടെ, ദാറ്റ് ഈസ് എല്ലാം നമ്മൾ 0 ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ദിസ് ഇസ് നമുക്ക് എന്ത് പറയാം, 10⁻² എത്രയാണ്? 10⁻² എത്ര ഉണ്ടാവും? 100, 1000, 10,000, ലക്ഷം. 10⁻5 എന്ന് കൊടുക്കാം അല്ലെ. n(m)(-2) ഗുണിക്കണം 10⁻³ മീറ്റർ ക്യൂബ് ഇങ്ങനെ കൊടുക്കുക ഏകദേശം. അതായത് നമ്മൾ 1,1325 നമ്മൾ എന്ത് ചെയ്യുന്നു? 10⁻5 എന്ന് മാത്രമാക്കി എടുക്കുന്നു. ഇത് ചെയ്താലേ 10⁻3 10⁻5 അല്ലേ ഇവിടെ ഉള്ളത്. ബാക്കി എത്ര ഉണ്ടാവുക? 10⁻2 ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ m⁻2 ഉണ്ട്, m³ ഉണ്ട്. m അല്ലേ ബാക്കി ഉണ്ടാവുക. n(m) കിട്ടും. n(m) പറയുന്ന പേരാണ് വി ഈക്വൽ ടു ജൂള്. ദാറ്റ് ഈസ് 10⁻2 ജൂള. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 100 ജൂള. അപ്പൊ ഇതങ്ങ് ബൈഹാർട്ട് പഠിച്ചാൽ ഇതിങ്ങനെ ചെയ്ത് നിൽക്കണ്ട. 1 ബാർ ലിറ്റർ ഈസ് ഈക്വൽ ടു 100 ജൂള എന്ന് മനസ്സിലാക്കി വെക്കാം. അതേപോലെ ഒരു ATM ലിറ്ററും എത്ര തന്നെയാണ്? 100 ജൂൾ തന്നെയാണ്. ആ കാര്യം മനസ്സിൽ വെച്ചാൽ ഉത്തരത്തിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ ഉത്തരമുള്ളത് -9 ബാർ ലിറ്റർ ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ -9 ഗുണിക്കണം 100 ജൂൾ എന്ന് കൊടുക്കുക. ദാറ്റ് ഇസ് വിൽ ഗെറ്റ് -900 ജൂൾ ആയിരുന്നത്. -900 ജൂൾ ഇസ് നത്തിങ് ബട്ട് -0.9 കിലോ ജൂള അല്ലടോ. പിന്നെ 1000 ജൂൾ അല്ലേ എന്തെന്ന് 1 കിലോ ജൂൾ. അപ്പം 900 ജൂൾ മീൻസ് -0.9 ആണ്. Therefore the answer is ഇവിടെ -0.9 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് കംപ്രഷൻ ഓഫ് എ സിറിഞ്ച് the work done is 10 kilojoule and 2 kilojoule escaped to the surrounding as heat. The change in internal energy ആണ്. നിങ്ങൾ ഇവിടെ നോക്കുക എന്തൊക്കെ നോക്കാം. ΔU ആണ് കാണേണ്ടത്. വർക്കിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ, ഹീറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് Q ഉണ്ട്, W ഉണ്ട്. ഇനി അവിടുത്തെ സൈനിനെ പറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. It is escaped to the surroundings as heat. അങ്ങനെയാകുമ്പോൾ സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സിസ്റ്റം ഹീറ്റിനെ സറൗണ്ട്സിലേക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലോസ്ഡ് ബൈ ദി സിസ്റ്റം ആണ്. ലോസ്ഡ് ബൈ ദി സിസ്റ്റം ആണെങ്കിൽ -Q കൊടുക്കണം. പിന്നെ വർക്ക് കംപ്രഷൻ ആണ്. കംപ്രഷൻ ഈസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ എന്ത് സൈൻ ആവേണ്ടത്? പ്ലസ് സൈന, +W. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ കാണേണ്ടത്? ΔU കാണേണ്ടത്. ΔU എന്തിലാ കാണേണ്ടത്? കിലോ ജൂളിലാണ് കാണേണ്ടത്. തന്നതൊക്കെ കിലോ ജൂളിലാണ്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കിലോ ജൂൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 കിലോ ജൂളില്ലേ എസ്കേപ്ഡ് ഹാസ് ഹീറ്റ് ഇല്ലേ, അതിന്റെ വാല്യൂ നമ്മൾ -2 കൊടുക്കുക. -2 എസ്കേപ്ഡ് ഹാസ് ഹീറ്റ് പ്ലസ് റെഡി നൗ വർക്ക് ഡൺ ഓൺ സിസ്റ്റം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് 10 കൊടുക്കുക. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ യു വിൽ ഗെറ്റ് 8 ആയിരിക്കും. അപ്പോൾ 8 കിലോ ജൂളാണ് ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. A piston is filled with 0.04 mole of an ideal gas. Expand reversibly from 50 ml to 375 ml
at a temperature of 310 Kelvin as it absorbs 208 joule of heat. അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദി വാല്യൂ ഓഫ് ക്യൂ ആൻഡ് ഡബ്ല്യു ആണ്. അതായത് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ചെയ്യുന്നുണ്ട് ഒരു 208 ജൂള് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവൻ വർക്കും ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ്, അതും ചെയ്യുന്നുണ്ട്. 50 ml നിന്ന് 375 ml പോകുന്നുണ്ട്. റിവേഴ്സിബിളി ആണ്, വർക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടെ R is equal to 8.314, LN 7.5 is equal to 2.01 കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കളിപ്പിക്കാനുള്ള വാല്യൂ. ഇത് ചെയ്യാൻ എളുപ്പം കഴിയുമോ? നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നില്ലേ, ഡെൽറ്റ യു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ക്യൂ പ്ലസ് ഓർ മൈനസ് ഡബ്ല്യു ആയിരുന്നു അല്ലേ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇവിടെ ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റാ, 310 കെൽവിൻ, അത് മാറ്റമില്ല. അങ്ങനെയാകുമ്പോൾ ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കാനും ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യുടെ വാല്യൂസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം. ഇവിടുത്തെ ക്യൂ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലേ, ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്യുന്നത്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്? അതായത് ഇദ്ദേഹം ഒരു 208 ജൂള് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ക്യൂൺ ഡബ്ല്യൂവും ഇവിടുത്തെ സൈനും ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ക്യൂൺ ഡബ്ല്യൂവും സെയിം ആയിരിക്കണ്ടേ. ഡെൽറ്റ യു 0 ആണെങ്കിൽ ക്യൂൺ ഡബ്ല്യൂ സെയിം ആയിരിക്കണം. ഇയാൾ ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്യുന്നത്, അപ്പം പ്ലസ് ക്യൂ ആയിരിക്കണം. ഇവിടെ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം ആയിരിക്കണം, അതുകൊണ്ട് മൈനസ് ഡബ്ല്യൂ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇയാൾ 208 ജൂൾ അബ്സോർബ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 208. വർക്കിന്റെ വാല്യൂ ദാറ്റ് ഈസ് മൈനസ് 208 ആയിരിക്കും. അതായത് ഈ അബ്സോർബ് ചെയ്ത ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആയതുകൊണ്ട് മൈനസ് 208 ജൂൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഡബ്ല്യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു മൈനസ് NRT 2.303 ലോഗ് V2/V1 കൊടുത്താലും ഉത്തരം കിട്ടും. എന്നിന്റെ വാല്യൂ എത്ര, 0.04 നിങ്ങൾ ചെയ്താൽ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഐഡിയ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ റെഫ്രിജറേറ്റർ ഡോർ ഈസ് ഓപ്പൺഡ് ദെൻ വി ഗെറ്റ് റൂം ഹീറ്റഡ്, റൂം ചൂടാവും. റൂം കൂൾഡ്, മോർ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് പാസ്ഡ് ഔട്ട്, നോ എഫക്ട് ഓൺ റൂം. അതാണ് ചോദ്യം. ഇതാണ് ഫ്രീസർ എന്ന് വിചാരിക്കുക. ഫ്രീസറിന്റെ ബാക്കിൽ ഒരു കംപ്രസർ ഉണ്ട്. കംപ്രസർ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഹീറ്റിനെ ഉള്ളിലേക്ക് പുറത്തേക്ക് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത് തുറന്ന് വെച്ചാൽ ചിലർ ചോദിക്കും ഇവിടുന്ന് തണുപ്പിങ് പുറത്തേക്ക് വരില്ല എന്ന് ചോദിക്കും. തണുപ്പെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് തണുപ്പ് എന്ന് പറയുന്ന ഒരു എനർജി അല്ല, ഹീറ്റ് എന്നാണ് എനർജി. ഹീറ്റ് എപ്പോഴും ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഇപ്പോൾ സംഭവിക്കുക, ഇത് തുറന്നു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അത് പിന്നെ കറണ്ടൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻസ് ദാറ്റ് ഇവിടെ നിന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. റൈറ്റ്, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഹീറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫ്രിഡ്ജ് ചൂടാവും. ഇപ്പോൾ ഫ്രിഡ്ജ് ചൂടാകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ ഈ കംപ്രസർ കൂടുതൽ ശക്തമായിട്ട്, അതായത് കറണ്ട് ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം, ശക്തമായിട്ട് ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. കൂടുതൽ ശക്തമായിട്ട് തണുപ്പിക്കുമ്പം ഈ കംപ്രസർ നല്ലോണം ഹീറ്റ് പുറത്തേക്ക് വിടും. ഹീറ്റ് നല്ലോണം പുറത്ത് വിടുമ്പോൾ തീർച്ചയായിട്ടും ആ റൂമിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് അറിയാം, ചൂട് കൂടുകയാണ് ചെയ്യാം. എത്രയേ പറഞ്ഞിട്ടുള്ളൂ, തുറന്ന് വെച്ചാൽ ഹീറ്റ് ഇതിലേക്ക് വരും. അങ്ങനെയാകുമ്പോൾ ഈ ഫ്രീസറിന്റെ ഉള്ളിൽ തണുക്കും. അപ്പോൾ ഫ്രീസറിന്റെ ഉള്ളിൽ ചൂടാവും. അപ്പോൾ ഈ ഫ്രീസറിനെ തണുപ്പിക്കാൻ വേണ്ടി കംപ്രസർ ശ്രമിക്കും. അപ്പോൾ കംപ്രസർ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നെറ്റ് എഫക്റ്റ് ആയിട്ട് ഇനി കാണാൻ പറ്റും, ആ റൂമിന്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് റൂം വിൽ ഗെറ്റ് ഹീറ്റഡ് ആയിരിക്കും കേട്ടോ. ഏഴാമത്തത് വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് ദി ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി ആണ്? ഇലക്ട്രോൺ വോൾട്ട്, എർഗാണോ, ജൂളാണോ, കാലറി ആണോ? ഇപ്പൊ ജൂളല്ലേ നമുക്ക് പരിചയമായ സാധനം. ജൂളുമായിട്ട് ഇവന്മാരൊന്ന് കണക്ട് ചെയ്യാം. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാ. അങ്ങനെയാകുമ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി അല്ലടോ, 10⁻⁻19 ജൂൾ, അത്രയേ ഉള്ളൂ. ചെറിയ എമൗണ്ട് ഓഫ് എനർജിയാണ്, മനസ്സിലാക്കാം. ഒരു എർഗ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 10⁻⁻7 ജൂളാണ്. ഒരു എർഗാണേ. അങ്ങനെയാകുമ്പോൾ ഒരു ജൂൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു.
ഒരു കലോറി എന്ന് വെച്ചാൽ 4.18 ജൂള. അങ്ങനെയാകുമ്പോൾ ഒരു കലോറി അല്ലേ വലിയ വാല്യൂ. ഈ ജൂളിനേക്കാൾ വലുതാണ് ഒരു കലോറി. കാരണം ഒരു കലോറി എന്ന് വെച്ചാൽ 4 ജൂൾ ഉണ്ട്. അപ്പൊ കലോറിയാണ് ഇവിടെ ഏറ്റവും വലിയ വാല്യൂ. പിന്നെ ഏതാ വലിയ വാല്യൂ? ഒരു ജൂളായിരിക്കും പിന്നെ വലിയ വാല്യൂ. പിന്നെ ഇവന്മാരൊക്കെ പിന്നെ ഇവനായിരിക്കും വലുത്, പിന്നെ ഇവനായിരിക്കും വലുത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ജൂൾ എന്ന് വെച്ചാൽ ഇതിപ്പുറം വരണം അല്ലേ. യു വിൽ ഗെറ്റ് 10⁻⁷ എർഗാണ്. അപ്പോൾ ഒരു ജൂൾ മീൻസ് 10⁻⁷ എർഗ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നൊരു സാധനമുണ്ട്. അതിനെ നമ്മൾ ജൂളിനെ മാറ്റി നമ്മൾ എർഗ് കൊടുക്കുകയാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ എർഗിലുണ്ടാവും. എർഗ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുത്താൽ മതി എന്നറിയോ? 8.314. നിങ്ങൾക്കറിയാം ഒരു ജൂൾ എന്ന് വെച്ചാൽ 10⁻⁷ എർഗ് അല്ലേ. അപ്പം ഇൻറ്റു 10⁻⁷ എർഗ് കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് കൊടുത്താൽ മതി. ഇനി അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഒരു ജൂൾ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് 1/4.18 കലോറിയാണ് ഒരു ജൂൾ എന്ന് വെച്ചാൽ. അങ്ങനെ ആകുമ്പോൾ ഇതിനെ നിങ്ങൾ കലോറി ആക്കി മാറ്റുമ്പോൾ 8.314 ഇൻറ്റു 1/4.18 അത്രയും കലോറി കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ഇങ്ങനെ കൊടുക്കണം. ഇത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന അറിയാം. 1.98 സംതിങ് ആണ് കിട്ടുക. 1.98 കലോറി. ദെൻ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സും എന്നതും ആറിൻ്റെ ഒരു വാല്യൂ ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊരു എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വിവരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ ഒരു കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഡിക്രീസസ് ഇൻ എ അഡിയാബാറ്റിക് കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഐസോതെർമൽ കണ്ടീഷനിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. പണ്ട് തന്നെ ഇതിന്റെ പറയാൻ കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതല്ലേ. അങ്ങനെ ആകുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. ഇനി എക്സ്പാൻഷൻ ഉണ്ട്. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ട്, കംപ്രഷൻ ഉണ്ട്. എന്താ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം അല്ലെ. അതായത് പിസ്റ്റണെ പൊക്കണം. പിസ്റ്റണെ പൊക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം. അപ്പൊ അഡിയാബാറ്റിക് കണ്ടീഷനും ആയിരിക്കണം. അഡിയാബാറ്റിക് കണ്ടീഷൻ മീൻസ് ഹീറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഉള്ളിലേക്കോ പുറത്തേക്കോ മൂവ് ചെയ്യാനും പാടില്ല. മനസ്സിലാക്കി വെക്കണേ. അങ്ങനെ ആകുമ്പോൾ ഇവന് ഈ പിസ്റ്റണെ പൊക്കണമെങ്കിൽ ഈ ഗ്യാസ് ഒരു വർക്ക് ചെയ്യണം. ഈ ഗ്യാസ് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഗ്യാസിനൊരു എനർജി ഉണ്ടെങ്കിൽ മാത്രമല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് എനർജി അത് ഉപയോഗിക്കുമെന്ന് അറിയാം. ആ ഗ്യാസിന് യു ഉണ്ട്. യു മീൻസ് ഇന്റേണൽ എനർജി ഉണ്ട്. അതായത് ഈ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗ്യാസ് പിസ്റ്റണെ പൊക്കുന്നത്. ഗ്യാസ് പിസ്റ്റണെ പൊക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്റേണൽ എനർജി കുറയും. യു ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ടെമ്പറേച്ചറും കുറയും. ദാറ്റ് ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് അമർത്തല അല്ലെ. ഈ എക്സ്പാൻഷന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ കംപ്രഷൻ. അപ്പം അന്നേരം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എക്സ്പാൻഷൻ ആകുമ്പോൾ ഡിക്രീസ് ചെയ്യും, ഇതാകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. ആ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് ഇൻ വോളിയം ഫ്രം 1 × 10⁻³ മീറ്റർ ക്യൂബ് to 1 × 10⁻² meter cube at 300 Kelvin against a constant pressure of 1 × 10⁵ Nm Newton per meter square. The work done is. ഇപ്പം പുറമേയുള്ള പ്രഷർ തന്നിട്ടുണ്ട്. എഗെയിൻസ്റ്റ് എ പ്രഷറാണ്. പുറമേയുള്ള പ്രഷറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ വോളിയം ചേഞ്ച് തന്നിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ പക്ഷെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും പുറമേയുള്ള പ്രഷർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഡബ്ല്യു റിവേഴ്സിബിൾ ആണ് കാണേണ്ടത്. ഡബ്ല്യു റിവേഴ്സിബിൾ അല്ല, ഡബ്ല്യു ഇറിവേഴ്സിബിൾ ആണ്. ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് നിങ്ങൾ പഠിച്ചിക്ക് Px × ΔV. അതേസമയം ഡബ്ല്യു റിവേഴ്സിബിൾ കാണണമെങ്കിൽ nRT/ln/V2/V1 അല്ലേ കാണണ്ടേ. ഇവിടെ എടുത്ത് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് പറ്റൂല. പക്ഷെ ഡബ്ല്യു ഇറിവേഴ്സിബിളിന് Px ഉണ്ട്, ΔV ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ Px ന്റെ വാല്യൂ 1 × 10⁵ Nm⁻² ഗുണിക്കണം ΔV യുടെ വാല്യൂ, അതായത്
1 into 10 raised to minus 3 meter cube എന്ന് 1 into 10 raised to minus 2 meter ക്യൂബിലേക്കാണ് പോയിരിക്കുന്നത്. 10 raised to minus 2 is actually that is a 0 point അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. that is 1 into 10 raised to minus 2 minus 1 into 10 raised to minus 3 ഇങ്ങനെ എഴുതാൻ പറ്റും. that is equal to 1 into okay 10 raised to 5 into m raised to minus 2 ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്ന വാല്യൂ അല്ലേ 10 raised to minus 2. 10 raised to minus 2 നമ്മൾ പുറത്തേക്ക് എടുക്കുക. 10 raised to minus 2 ആണ് പുറത്തേക്ക് എടുത്തു. then 1 minus ഇവിടെ 10 raised to minus 1 അല്ലേ ബാക്കി ഉണ്ടാവുക. 10 raised to minus 1 is actually 0.1 അല്ലടോ. അങ്ങനെയാകുമ്പോൾ ഇത് എന്താ കിട്ടുമെന്ന് അറിയാം. 1 into 10 raised to 5 into 10 raised to minus 2 into 1 minus 0.1 ആയത്. 0.1 is nothing but 0.9 0.9 ആയിരിക്കും. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 10 raised to 5 10 raised to minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 raised to 3 കിട്ടും. ഗുണിക്കണം 0.9. 10 raised to 3 is nothing but 1000 ആണ്. 1000 into 0.9 means 900 ആണ്. അപ്പോൾ 900 ജൂളാ കിട്ടുക. therefore the answer is minus 900 ജൂളാണ്. 1000 into 0.9 means 900 ആണ്. ഓക്കെ, ഇനി if 0.5 mole of an ideal gas expand isothermally at 300 Kelvin from 15 liter to 25 liter, the maximum work obtained is. ഈ കേസിൽ മോള് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ കിട്ടുന്ന വർക്ക് എന്തായിരിക്കും എന്നറിയാം. W റിവേഴ്സിബിൾ ആയിക്കോട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ എത്ര ഇവിടെ, അതായത് മൈനസ് NRT ഇൻറ്റു 2.303 ഇൻറ്റു ലോഗ് V2 by V1 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 0.5. അപ്പോൾ മൈനസ് വേണേ ഇൻറ്റു എന്ത് വേണം പിന്നെ, അതേപോലെ തന്നെ ആറിൻ്റെ വാല്യൂ 8.314 ഇൻറ്റു ദെൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 300 Kelvin ഇൻറ്റു ഇനി ലോഗ് ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് V2 എത്രയാ 25 ഡിവൈഡഡ് ബൈ 15. ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു IIT JAM കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. മാത്രമല്ല ഇവിടുത്തെ ലോഗരിതത്തിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഒന്നുകിൽ ലോഗരിതത്തിൻ്റെ വാല്യൂ തരും, ഇതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ലോഗരിതത്തിൻ്റെ വാല്യൂ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് IIT JAM പരീക്ഷകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു ഉത്തരം കിട്ടും. ഉത്തരം എത്ര എന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ ഇവിടുത്തെ എന്താണ്, മൈനസ് ആണ്. വർക്ക് ഒബ്റ്റെയിൻഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാം മൈനസ് വാല്യൂ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. ഇനി 11ാമത്തെ, ഇനി മുതലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. The change in internal energy when 4 kilojoule of work is done on the system and 1 kilojoule of heat is given out by the system. ആ സമയത്ത് ഉണ്ടാവുന്ന ഇന്റേണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് പ്ലസ് 1 കിലോജൂൾ മൈനസ് 5 കിലോജൂൾ പ്ലസ് 5 കിലോജൂൾ പ്ലസ് 3 കിലോജൂൾ മൈനസ് 3 കിലോജൂൾ. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. Which of the followings are ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അത് നിങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എൻതാൽപ്പി ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, വോളിയം ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്താണെന്നുള്ള കാര്യം. Among the following the state functions are internal energy, irreversible expansion, reversible expansion work ആൻഡ് മോളാർ എൻതാൽപ്പി. ഇതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. മോളാർ എൻതാൽപ്പിയും മറ്റതേപോലെ തന്നെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആർ ആരൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ദ വർക്ക് ഡൺ ഇൻ contraction done when contract a gas in a cylinder is 462 joule. 120 joule is evolved in this process. What will be the internal energy change of the process? അത് കോൺട്രാക്ഷൻ ആണ്. വർക്ക് ഡൺ ടു കോൺട്രാക്ട് ചെയ്യാനുള്ള, ടു കോൺട്രാക്ട് എ ഗ്യാസ്. കോൺട്രാക്ട് എ ഗ്യാസിന്റെ കാര്യത്തെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. വർക്ക് ഡൺ ടു കോൺട്രാക്ട് എ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഈസ് 462 ജൂള്. അങ്ങനെയാണെങ്കിൽ ഇതുമാണ്. അങ്ങനെയാണെങ്കിൽ ആൻസേഴ്സ് പ്ലസ് 590 മൈനസ് 334 പ്ലസ് 334 മൈനസ് 590 നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. A system absorbs 600 joule of heat and work equivalent to 300 joule on its surroundings. The change in
internal energy is? Again, you find out. Option 300 joule, 400 joule, 500 joule, 600 joule. A system absorbs 600 joule of heat and work equivalent to 300 joule on its surroundings. The change in internal energy is. Calculate the work done when 1 mole of an ideal gas is compressed reversibly from 1 bar to 4 bar at constant temperature of 300 Kelvin. You find out compression value. പ്രഷറാണ് തന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വാല്യൂ 4.01 കിലോ ജൂൾ, 3.45 കിലോ ജൂൾ, 18 കിലോ ജൂൾ, -14 കിലോ ജൂൾ. ഓക്കെ, 17 question. Delta U is equal to isochoric work, isobaric work, adiabatic work, isothermal work. എന്താണ് ഡെൽറ്റ യുടെ ഡെഫിനിഷൻ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുക. എങ്ങനത്തെ വർക്കായിരിക്കും ഡെൽറ്റ യു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ലോജിക്കലി യു ക്യാൻ ആൻസർ ഇറ്റ്. Number 18. The work done during the expansion of a gas from 4 liter to 6 liter against a constant external pressure of 3 atm. ഇവിടെ കാണാൻ പറ്റും 1 ലിറ്റർ ATM നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു അല്ലേ, ഇസ് ഈക്വൽ ടു 101 ജൂളാണ്. കാരണം ഇവിടെ ATM ലിറ്റർ ഒക്കെ ആണുള്ളത്, ജൂളിലാണ് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. -6 ജൂൾ, -608 ജൂൾ, +304 ജൂൾ, -304 joule. Question number 19. The final temperature in an adiabatic expansion is. Adiabatic expansion. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. Greater than the initial temperature, same as the initial temperature, half of the initial temperature, less than the initial temperature. നോക്കി നോക്കാം. തെർമോഡൈനാമിക്സുമായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരൊറ്റ പരീക്ഷ ഉണ്ടാവില്ലേ? ഓക്കെ. 1 mole of an ideal gas at 300 Kelvin is expanded isothermally from an initial volume of 1 liter to 10 liter. The change in internal energy is given by R is equal to 2 calorie per mole. 1.98 നമ്മൾ 2 calorie ആക്കി എടുത്തു. ഓപ്ഷൻ A 163 calorie, B 0, C 138, D 9 calorie. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തു, ബാക്കി 10 നിങ്ങൾക്ക്. ഞാൻ തന്നെ കംപ്ലീറ്റ് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 9387849592 ആൻസർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ള സംശയങ്ങളോ whatever it may be, you can ask me. I am ready to help you. Okay, thank you.